ഗർഭിണിയായ ബെക്കിയും സഹോദരൻ കാലും യാത്രാമധ്യേ ഒരു പുൽമേട്ടിൽ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരു കുട്ടിയുടെ കരച്ചിൽ കേട്ട് അതിനുള്ളിലേക്ക് പ്രവേശിക്കുന്നു. പക്ഷേ ആ പുല്ല് ഒരു കെണിയായിരുന്നു. അവർക്ക് പുറത്തുകടക്കാൻ കഴിഞ്ഞില്ല. വഴി നഷ്ടപ്പെട്ട അവർക്ക് മുന്നിൽ വിചിത്രമായ കാര്യങ്ങൾ സംഭവിക്കാൻ തുടങ്ങി. അവിടെ വെച്ച് അവർ ടോബിൻ എന്നൊരു കുട്ടിയെയും അവന്റെ കുടുംബത്തെയും കണ്ടുമുട്ടുന്നു. എന്നാൽ മരണമാണ് ആ സ്ഥലത്തെ ഒന്നിന്റെയും അവസാനം അല്ലെന്ന് അവർ തിരിച്ചറിയുന്നു. ഒരു നിശ്ചിത സമയചക്രത്തിൽ അവർ അകപ്പെട്ടിരുന്നു. ബെക്കിയുടെ കുഞ്ഞിന്റെ അച്ഛനായ ട്രാവിസ് അവരെ തേടിയെത്തുന്നു. അയാളും ആ ചക്രത്തിൽ അകപ്പെടുന്നു. ഇതിനിടയിൽ ബെക്കിയുടെ ഗർഭപാത്രത്തിൽ പുല്ലുകൾ വളരുന്നു. അവൾക്ക് ഭ്രാന്തമായി തോന്നുന്നു. ആ സമയം റോസ് എന്നൊരുവനാണ് ഇതിന്റെയെല്ലാം കാരണം എന്ന് അവർക്ക് മനസ്സിലാകുന്നു. റോസ് ക്രൂരനാണ്. അയാൾ കാലിനെ കൊല്ലുന്നു. ബെക്കിയെയും ട്രാവിസിനെയും കൊല്ലുന്നു. മരിക്കുന്നതിനു മുൻപ് ട്രാവിസ് ആ പാറയിൽ തൊടുന്നു. അയാൾക്ക് എല്ലാ സത്യങ്ങളും മനസ്സിലാകുന്നു. ഈ ദുരന്തം എങ്ങനെ അവസാനിപ്പിക്കാമെന്നും ട്രാവിസ് മനസ്സിലാക്കുന്നു. തന്റെ മരണത്തിനു മുൻപ് ട്രാവിസ് ഒരു വഴി കണ്ടെത്തുന്നു. ടോബിന്റെ കയ്യിൽ ബെക്കിയുടെ ഒരു മാല നൽകി. അതിനെ തടയാൻ ട്രാവിസ് അവനോട് ആവശ്യപ്പെടുന്നു. സമയം തീർന്നതിനുശേഷം പുൽമേടിന്റെ പുറത്തെത്തിയ ടോബിൻ ആ കെണിയിലേക്ക് കടക്കാൻ പോവുകയായിരുന്ന ബെക്കിയെയും കാലിനെയും തടയുന്നു. ട്രാവിസ് കൊടുത്ത മാല ടോബിൻ കാണിച്ചുകൊടുത്തപ്പോൾ ബെക്കി അവനെ വിശ്വസിക്കുന്നു. അങ്ങനെ ആ ദുരന്തങ്ങളുടെ സമയചക്രം അവസാനിക്കുന്നു. ബെക്കി തന്റെ കുട്ടിയെ പ്രസവിക്കാൻ തീരുമാനിക്കുന്നു.